എനിക്കിന്നൊരു വാഴപ്പൂവ് കിട്ടി. ഞങ്ങളിവിടെ ഇതിനെ വാഴക്കൂമ്പെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന്ന് ഒരു തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചു. നേരത്തെ തന്നെ അതിൻ്റെ പെറ്റൽസിനെയൊക്കെ മാറ്റിയിട്ട് ഇത് അതിൻ്റെ ഉള്ളിലുള്ളൊരു കുഞ്ഞു പൂവാണ്. ഈ പൂവിനുള്ളിലൊരു സംഭവമുണ്ട്, അതിനെ കള്ളൻ എന്നാണ് പറയുന്നത്. അത് ഇരിക്കുകയാണെങ്കിൽ അത് കശക്കും കേട്ടോ. അപ്പോൾ അതെടുത്ത് മാറ്റിയിട്ട് വേണം തോരൻ വയ്ക്കാൻ. വാഴപ്പൂ അരിയുമ്പോൾ കയ്യിൽ കറ പിടിക്കാതിരിക്കാനായിട്ട് നമുക്കൊരു പാത്രത്തിൽ കുറച്ച് ഉപ്പിട്ട് വെള്ളം ഒഴിച്ച് കൈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുക്കിക്കൊണ്ടിരിക്കണം. പിന്നെ നമ്മളിത് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ കറ കയ്യിൽ തൊട്ടാലും അത് ഒട്ടിപ്പിടിക്കില്ല. നമുക്കങ്ങനെ ഇതിനെ കൊത്തി കൊത്തി ഓരോന്നായിട്ട് ഇങ്ങനെ നറുക്കിയെടുക്കാം. ഈ ഓരോ പെറ്റൽസിനുള്ളിലുള്ള ഈ കുഞ്ഞു പൂക്കളും കൂടെ ചേർന്ന് കൊത്തി അരിയാം. നല്ല ടേസ്റ്റാണ്. ഇത് വെറുതെ കടലമാവിൽ നമ്മൾ ബജ്ജി ഇടും പോലെ ഇട്ടാലും അതൊരു ടേസ്റ്റാണ്. ഇല്ല, വാഴപ്പൂവിന് നമ്മൾ വട ഉണ്ടാക്കാറുണ്ട്, പരിപ്പ് വട ഉണ്ടാക്കില്ല, അതിൻ്റെ കൂടെ ഇതിനെയും കൂടെയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വാഴപ്പൂ വട, ഇതൊക്കെ ചെന്നൈയിലൊക്കെ ഭയങ്കര ഫേമസ് ആണ്. അവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് വാഴപ്പൂ കിട്ടാറുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ്, നാട്ടിൽ വരുമ്പോൾ ഇതൊക്കെ കിട്ടും എന്ന് വിചാരിച്ചാണ്, പക്ഷേ ഇതൊക്കെ വളരെ റെയറാണിപ്പോൾ. ഈ തോരൻ ചെയ്യാനായിട്ട് നമുക്കൊരു കടായിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവുമ്പോൾ അതിലോട്ട് കുറച്ച് കടുകിടാം, 1 സ്പൂൺ ഉഴുന്നും പരിപ്പ്, 1 സ്പൂൺ പെരിഞ്ചീരകം, കുറച്ച് കറിവേപ്പില, ഉള്ളി, ചെറുതായിട്ട് കട്ട് ചെയ്ത ഉള്ളി, പിന്നെ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴപ്പൂ എല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഒപ്പം ഉപ്പും കുറച്ച് മഞ്ഞളും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതേസമയം നമുക്കൊരു മിക്സി ജാറിൽ 1 സ്പൂൺ പെപ്പറും കുറച്ച് തേങ്ങയും എരിവിനാവശ്യമായ റെഡ് ചില്ലി പൗഡറും കൂടെ ഇട്ട് 3 പീസ് വെളുത്തുള്ളിയും കൂടെ ഇട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം. കൂടുതലങ്ങ് അരയ്ക്കാൻ പാടില്ല, തോരൻ അരയ്ക്കുന്നത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് ഇളക്കിയാൽ നമുക്ക് അടിപൊളിയായ വാഴപ്പൂ തോരൻ റെഡിയാവും. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം എനിക്ക് നല്ലൊരു ടേസ്റ്റിയായ വാഴപ്പൂ തോരൻ കഴിക്കാൻ സാധിച്ചു. ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ.